ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നത് എന്തെങ്കിലും പുണ്യപ്രവൃത്തികൾ കൂടുതൽ ചെയ്തതുകൊണ്ടോ ജീവിക്കുവാൻ കൂടുതൽ അർഹതയുള്ളതുകൊണ്ടോ അല്ല. നാം ജീവിക്കുമ്പോഴും നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദാനം മാത്രമാണെന്ന ചിന്ത നമ്മെ ഭരിക്കണം. നാം പോലും മനസ്സിലാക്കാത്ത ചില ദൈവിക കർത്തവ്യങ്ങൾ നാം ചെയ്തു തീർക്കുവാനുണ്ട്. ഓരോ നിമിഷവും നാം ദൈവത്തിൻ്റെ ദാനമാണ്. ഒരുപക്ഷെ വലിയ ദുരന്തങ്ങളിലോ അപകടങ്ങളിലോ നാം അകപ്പെട്ടവരല്ലായിരിക്കാം. എന്നാൽ ജീവിതത്തിലെ ചില മുറിപ്പെടുത്തുന്ന ആഘാതങ്ങളിൽ നിന്നും വഴുതിപ്പോന്നവരാണ്. ചില ആപത്തുകൾ നേരിൽ കണ്ടവർ, ചില ദുരന്തങ്ങളിൽ നിസ്സഹായരായി നിൽക്കേണ്ടി വന്നവർ. എന്നാൽ ഈ ജീവിതം ഒരത്ഭുതമാണെന്ന് ഓർക്കുക. ഇപ്പോഴുള്ള നമ്മുടെ ജീവിതം ഒരു രണ്ടാം അവസരം തന്നെയാണ്. ജീവനോടിരിക്കുന്നത് ദൈവകൃപ മാത്രമാണ്. പുകഴുവാനോ അഹങ്കരിക്കുവാനോ നമുക്കൊന്നുമില്ല. അല്പം നന്ദിയുടെയും വിനയത്തിൻ്റെയും കണ്ണീർ നമ്മുടെ കണ്ണിൽ എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. വളരെ അപകടം നിറഞ്ഞ ആകാശച്ചുഴിയിലൂടെ കടന്നു പോകുന്ന ഒരു വിമാനത്തിൽ എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു ബാലകൻ മാത്രം ആശങ്കകളില്ലാതിരിക്കുന്നു. സഹയാത്രികൻ ചോദിച്ചു, ഞങ്ങളെല്ലാവരും ഭയപ്പെടുമ്പോൾ നീ മാത്രം എന്താണ് ഇത്ര ആത്മവിശ്വാസത്തിലിരിക്കുന്നത്? അവൻ പറഞ്ഞു, അതിനൊരു കാരണമുണ്ട്. ഈ വിമാനം പറത്തുന്നത് എൻ്റെ പിതാവാണ്. നമുക്കൊരുമിച്ച് വീട്ടിൽ ചെന്ന് ഇന്നത്തെ അത്താഴം കഴിക്കാമെന്ന് എൻ്റെ അപ്പൻ എന്നോട് സത്യം ചെയ്തിട്ടുണ്ട്. എനിക്കെൻ്റെ അപ്പനെ വിശ്വാസമാണ്. എൻ്റെ അപ്പൻ എന്നെ വീട്ടിലെത്തിക്കും. നമുക്കൊരു വിശ്വാസം വേണം. ഏതു പ്രശ്നവും വന്നുകൊള്ളട്ടെ, സ്വർഗത്തിലെ അപ്പനാണ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത്. വിശ്വാസം നമ്മിലല്ല, നമ്മുടെ ഈ ജീവിതത്തിലുമല്ല. വിശ്വാസം അർപ്പിക്കേണ്ടത് സ്വർഗീയ പിതാവിലാണ്. റോമർ 6:22. ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്ത്യം നിത്യജീവനുമാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ, ഈരാളിലച്ചൻ.